എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കണക്കുകളും എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പോവാം. ഈ വീഡിയോയിൽ കണക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു S1 × S2 ബൈ S1 - S2 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. ഇതെന്താണ്? ഇത് ഒരു ഡിസ്റ്റൻസ് ഒരാൾ S1 സ്പീഡിൽ ഫസ്റ്റ് കേസിൽ പോയി, രണ്ടാമത്തെ കേസിൽ പോയത് S2 സ്പീഡിലാണ്. അപ്പോൾ രണ്ട് കേസിലും ആൾക്കെടുത്ത ടൈമിൻ്റെ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് ഇത്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? ഇങ്ങനത്തെ കേസിൽ S1 സ്പീഡിൽ ഒരാൾ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു, രണ്ടാമത്തെ കേസിൽ S2 സ്പീഡിലാണ് പോയത്. അപ്പോൾ രണ്ട് കേസിലും എടുത്ത സമയത്തിൻ്റെ ഡിഫറൻസ്, ആ ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് ആൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സ്പീഡ് ഇൻറ്റു സെക്കൻഡ് സ്പീഡ് ബൈ ഫസ്റ്റ് സ്പീഡ് മൈനസ് സെക്കൻഡ് സ്പീഡ് ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. അപ്പോൾ നമുക്കിത് ഒരു കണക്കിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ്? എ മാൻ കവർ എ സർട്ടൻ ഡിസ്റ്റൻസ് ഫ്രം ഹൗസ് ടു ഓഫീസ്. ഇഫ് ഹി ട്രാവൽ അറ്റ് 30 km/h then he is late by 10 minutes. But if he travel 40 km/h then he reaches his office 5 minutes earlier. Find the distance from home to office. അപ്പോൾ ഒരാൾ ആളുടെ വീട്ടിൽ നിന്ന്, ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് പോവാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് D ആണ്, നമുക്കറിയില്ല, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആൾ ഫസ്റ്റത്തെ ഡേ പോയത് 30 km/h സ്പീഡിലാണ്, 30 km/h സ്പീഡിലാണ് പോയത്. അപ്പോൾ ആളെന്തായി? ആൾ 10 മിനിറ്റ് ലേറ്റായി. 30 പോയപ്പോൾ ആൾ 10 മിനിറ്റ് ലേറ്റായി. ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസിൽ പോകുന്നത്, രണ്ടാമത്തെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആൾ കുറച്ച് സ്പീഡ് കൂട്ടാന്ന് വെച്ചു. അടുത്ത ദിവസം പോണത് 40 km/h പോണത്, അങ്ങോട്ട് പോണത്, ഓഫീസിലേക്ക് പോണത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആൾ 5 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ക്ലോക്ക് വരച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്ലോക്ക്. ആൾക്ക് 10 മണിക്ക് എത്തണം. 10 മണി, ഞാൻ ഒരു ടൈം എടുക്കുകയാണ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. 10 മണിക്ക് ഓഫീസിലെത്തണം. അപ്പോൾ ആൾ 30 km/h സ്പീഡിൽ പോയപ്പോൾ ആൾ സംഭവിച്ചു 10 മണിക്ക് എത്തിയില്ല, 10:10 എത്തിയത്, 10:10. അപ്പോൾ അടുത്ത കേസിൽ എന്താണ്? അടുത്ത കേസിൽ 40 km/h സ്പീഡിലാണ് പോയത്. അപ്പോൾ എന്ത് സംഭവിച്ചു? 5 മിനിറ്റ് നേരത്തെ എത്തി. അതായത് എന്താണ്? 9:55 എത്തിയ ആൾ, 9:55. അപ്പോൾ ഈ രണ്ട് കേസിലെയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈം ഡിഫറൻസ്, ഈ രണ്ട് കേസിലത്തെയും എത്ര ടൈം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് കാണണം. എത്ര ടൈം ഡിഫറൻസ് ഉണ്ട്? അതായത് 9:55-നും 10:10 ഇടയിൽ 15 മിനിറ്റാണ് ഗ്യാപ്പ് ഉള്ളത്. 15 മിനിറ്റ്. രണ്ട് കേസിലും ഡിഫറൻസ് 15 മിനിറ്റാണ് ഡിഫറൻസ് ഉള്ളത്, 15 മിനിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി ഡിഫറൻസ്, ടൈമിൻ്റെ ഡിഫറൻസ് കിട്ടി രണ്ട് കേസിലത്തെയും. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സ്പീഡ് ഇൻറ്റു സെക്കൻഡ് സ്പീഡ് ബൈ ഫസ്റ്റ് സ്പീഡ് മൈനസ് സെക്കൻഡ് സ്പീഡ് ഇൻറ്റു ഡിഫറൻസ്. എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് ഇൻ ടൈമാണ്. അപ്പോൾ ഇതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. ഫസ്റ്റ് സ്പീഡ് എന്താണ്? 30 km/h ഫസ്റ്റ് സ്പീഡ്. സെക്കൻഡ് സ്പീഡ് 40 km/h ആണ് ബൈ S1 - S2. അപ്പോൾ 30 - 40 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ ഡിഫറൻസ് ആണ് വേണ്ടത്, സ്പീഡിൻ്റെ മൈനസ് നെഗറ്റീവ് വാല്യൂ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താണ്? 30-ൻ്റെയും 40-ൻ്റെയും ഡിഫറൻസ് 10 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം 15 മിനിറ്റ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറിലാവും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 0 വെട്ടിക്കളഞ്ഞു, പിന്നെ ഉള്ളത് 15, 4 പോവും, 4 വെട്ടിക്കളഞ്ഞു, ബാക്കിയുള്ള എന്താണ്? 30 കിലോമീറ്ററാണ് ഡിഫറൻസ്, ദൂരം. ആളുടെ ഹോമിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം 30 കിലോമീറ്ററാണ്. ഇപ്പോൾ ഒരു അടുത്ത കണക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. A man covers certain distance by 10 km/h and becomes 15 minutes late. But if he travel the same distance with 12 km/h then he becomes 5 minutes late. Find the distance. അപ്പോൾ എന്താണ് പറയുന്നത്? നേരത്തെ കേസിലെ പോലെ തന്നെയാണ്. ആൾ ഒരു ദൂരം കവർ ചെയ്യുന്നത്, ആദ്യത്തെ കേസിൽ കവർ ചെയ്യുന്നത് 10 km/h കവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആൾ 15 മിനിറ്റ് ലേറ്റായി. ഇനി രണ്ടാമത്തെ കേസിൽ കവർ ചെയ്യുന്നത് 12 km/h കവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആൾ 5 മിനിറ്റേ ലേറ്റ് ആയുള്ളൂ.
അപ്പോൾ ഒരു ക്ലോക്ക് വരയ്ക്കാം മനസ്സിലാവാത്തവർക്ക് എങ്ങനെയാണ് ഡിഫറൻസ് കാണുന്നതെന്ന്. അപ്പോൾ ആൾക്ക് 10 മണിക്ക് എത്തണം എന്ന് വിചാരിക്കുക. 10 മണിക്ക് എത്തണം ആൾക്ക്. അപ്പോൾ എന്ത് സംഭവിച്ച ആൾ 10 km/h ആൾ ആദ്യത്തെ കേസിൽ പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? 15 മിനിറ്റാണ് ലേറ്റ് ആയത്. അതായത് 10:15 എത്തിയുള്ളൂ ആൾ. 10 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് 10:15 എത്തിയ ആൾ. ഇനി 12 km/h പോയാലോ? 12 km/h പോയി കഴിഞ്ഞാൽ 5 മിനിറ്റാണ് ലേറ്റ്. അതായത് 10:05 എത്തുള്ളൂ ആൾ. 10:05 എത്തുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ടൈം ഡിഫറൻസ്? എന്താണ് ഈ രണ്ട് കേസിലെ ടൈം ഡിഫറൻസ്? ടൈം ഡിഫറൻസ് 10 മിനിറ്റ് ആണ്. 10:05 10:15 ഇടയിൽ 10 മിനിറ്റ് ആണ് ടൈം ഡിഫറൻസ്. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷൻ എഴുതാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു S1 ഇൻറ്റു S2 ബൈ S1 മൈനസ് S2 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്പീഡ് 10 ഇൻറ്റു രണ്ടാമത്തെ സ്പീഡ് 12 ബൈ അവ തമ്മിലുള്ള ഡിഫറൻസ്, സ്പീഡിൻ്റെ ഡിഫറൻസ് നെഗറ്റീവ് വാല്യൂ വേണ്ട 2 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. ഡിഫറൻസ് 10 മിനിറ്റ് ആണ്. ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറിലാവും. ഇപ്പോൾ 0 വെട്ടിക്കളഞ്ഞു. ഇങ്ങനെയുള്ളത് 6 12 2 പ്രാവശ്യം ഈ രണ്ടും വെട്ടിപ്പോയി. ബാക്കിയുള്ള എന്താണ്? 10 കിലോമീറ്റർ ആണ് ഉത്തരം, ആൻസർ കിട്ടാം. അപ്പോൾ നമുക്ക് അടുത്ത കണക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എന്ത് വേണം? നമുക്കൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, സ്പീഡ് സമയം എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ഈ കേസിൽ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്റ്റൻസ് രണ്ട് കേസ് തന്നിട്ടുണ്ട്. അതിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണ രണ്ട് കേസിലും സെയിം ആണ്, ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? സ്പീഡിൻ്റെ ടൈം ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആവും ടൈമിന്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കേസ് എ എന്ന് പറഞ്ഞ കേസും ബി എന്ന് പറഞ്ഞ കേസും, അപ്പോൾ തമ്മിൽ രണ്ട് കേസിലും സ്പീഡിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 4:3 തന്നിട്ടുണ്ടെങ്കിൽ, ആ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, ആ രണ്ട് കേസിലും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? A:B സ്പീഡിൻ്റെ റേഷ്യോ 4:3 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്താവും? ടൈമിൻ്റെ റേഷ്യോ 3:4 ആവും. അതായത് റിവേഴ്സ് ആവും. അതായത് സ്പീഡ് ഇൻവേഴ്സലി പ്രൊപ്പോർഷനാണ്. സ്പീഡ് ഇൻവേഴ്സലി പ്രൊപ്പോർഷനാണ് ടൈമിന്. അതായത് രണ്ടും ഓപ്പോസിറ്റ് റിലേഷൻ ആയിരിക്കും. അതായത് സ്പീഡിൻ്റെ റേഷ്യോ 4:3 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 3:4 ആയിരിക്കും. ഡിസ്റ്റൻസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്പീഡിൻ്റെ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതാം. സ്പീഡ് എന്താണ്? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം. ഈ കേസിൽ ടൈം സെയിം ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് കേസിലും എടുക്കുന്ന ടൈം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്താവും? സ്പീഡിൻ്റെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ റിലേഷൻ എന്താവും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവും. അതായത് സ്പീഡിൻ്റെ റേഷ്യോ 4:3 ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്താവും? 4:3 തന്നെ ആയിരിക്കും. അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് വന്നപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയപ്പോൾ എന്ത് സംഭവിച്ചു? സ്പീഡിൻ്റെ ടൈമിൻ്റെ റേഷ്യോ എന്താണ്? ഇൻവേഴ്സൽ പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇതിൻ്റെ റേഷ്യോകൾ തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും, റിവേഴ്സ് ആയിരിക്കും. സ്പീഡും ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ഇതെന്താണ്? റിലേഷൻ എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്പീഡിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. നമുക്കിത് കണക്കിലൂടെ മനസ്സിലാക്കാം. By walking 6/7 of his speed, a man is 12 minutes late. Find the usual time taken by him to cover the distance. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് 6/7 ഓഫ് ഹിസ് സ്പീഡ്. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ? 6/7 ഓഫ് ഹിസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് റേഷ്യോ എന്തായിരിക്കും? ഫസ്റ്റത്തെ ആളുടെ യൂഷ്വൽ സ്പീഡ് എന്തായിരിക്കും? 7 ആണെങ്കിൽ ഇപ്പോൾ സ്പീഡ് 6/7 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീഡ് 6 ആയി എന്നാണ് അർത്ഥം. അതായത് 6/7 ഓഫ് ഹിസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ യൂഷ്വലായിട്ട് 7 സ്പീഡിൽ ട്രാവൽ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ 6 ആയി, കുറഞ്ഞു. അപ്പോൾ 7:6 ആണ് നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഈ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് രണ്ട് കേസിലും ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് നമുക്ക് സൂചന കിട്ടി. അതായത് രണ്ട് കേസിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ടൈമിൻ്റെ റേഷ്യോ എന്താണ് നമുക്ക് കിട്ടുക? അപ്പോൾ നമ്മൾ നേരെ ടൈമിൻ്റെ റേഷ്യോ എന്ത് എഴുതി? റിവേഴ്സ് ആണെന്ന് എഴുതി. അതായത് 6:7 ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ എന്ന് എഴുതി. അപ്പോൾ ഈ തന്നിട്ടുള്ളത് ആ രണ്ട് കേസിലത്തെയും ടൈമിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ആളെടുക്കുന്ന ടൈമിൻ്റെ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് 12 മിനിറ്റ്. അപ്പോൾ എന്താണ്? 6ൻ്റെയും 7ൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് 12 മിനിറ്റ് തന്നിട്ടുള്ളത്. 6ൻ്റെയും 7ൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് ആണ് 12 മിനിറ്റ് എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്?
ഫൈൻ ദ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ടു കവർ ദ ഡിസ്റ്റൻസ്. അതായത് യൂഷ്വൽ ആയിട്ടുള്ള ആൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 7 യൂണിറ്റ് ആണ്. അതിൽ 6 യൂണിറ്റ് ആണ് ടൈം. ഒരു യൂണിറ്റ് 12 മിനിറ്റ് ആണെങ്കിൽ 6 യൂണിറ്റ് എന്താണ്? 6 യൂണിറ്റ് 12 × 6 സമയം എത്രയാണ്? 72 മിനിറ്റ്. ഉത്തരം കിട്ടും. അപ്പോൾ ഒന്നും കൂടി പറയാം, ഇത് മനസ്സിലാവാത്തവർക്ക്. ഈ ഒരാൾ ഒരു ഡിസ്റ്റൻസ്, സാധാരണ ഡിസ്റ്റൻസ് രണ്ട് കേസിലും സെയിം ആണ്. ഒരു ഡിസ്റ്റൻസ് ആൾ സാധാരണ 7 യൂണിറ്റിലാണ് ട്രാവൽ ചെയ്യാറ്. 7 യൂണിറ്റിലാണ് ട്രാവൽ ചെയ്യാറ്. അപ്പോൾ ആളിപ്പോൾ 6 യൂണിറ്റിലാണ് ഇപ്രാവശ്യം ട്രാവൽ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾ 12 മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 പോയപ്പോൾ ഒരു ടൈം എടുത്തു, 6 പോയപ്പോൾ, പക്ഷേ 6 സ്പീഡ് കുറച്ച് പോയപ്പോൾ ആൾ 12 മിനിറ്റ് ലേറ്റ് ആയി. അപ്പോൾ രണ്ട് സ്പീഡിൽ പോകുമ്പോഴുള്ളതിൻ്റെയും ഡിഫറൻസ് കിട്ടി. നമുക്ക് 12 മിനിറ്റ് നിന്ന് ഡിഫറൻസ് കിട്ടി. അപ്പോൾ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എഴുതാൻ എന്താണ്? ടൈമിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് എഴുതാം. അതായത് സ്പീഡിൻ്റെ ഓപ്പോസിറ്റ് റേഷ്യോ ആയിരിക്കും എന്ന് എഴുതാം. അതായത് 6:7 ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് രണ്ട് ടൈമിൻ്റെയും ഡിഫറൻസ് എന്താണ്? 1 യൂണിറ്റ് ആണ്. ഈ 1 യൂണിറ്റ് ആണ് നമുക്ക് 12 തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? യൂഷ്വൽ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് യൂഷ്വൽ ടൈം എന്താണ്? 6 യൂണിറ്റ്. അപ്പോൾ 6 യൂണിറ്റ് എന്താണ്? 72 മിനിറ്റ് എന്ന് കിട്ടും. 12 × 6 72. അടുത്ത കണക്ക് നോക്കാം. എ പേഴ്സൺ കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 250 കിലോമീറ്റർ അറ്റ് സർട്ടൻ സ്പീഡ്. ഇഫ് ഹി സ്പീഡ് ഈസ് 20% ലെസ്, ഹി വുഡ് ഹാവ് കവേർഡ് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ ആൻ അവർ മോർ ടൈം. ഫൈൻഡ് ദ ഫൈനൽ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഡിസ്റ്റൻസ്, സാധാരണ ആൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ് രണ്ട് കേസിലും. 250 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്? ഈ സ്പീഡ് ഈസ് 20% ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? 20% എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടിക്കളയുമ്പോൾ 1/5 ആണ്. വെട്ടിക്കളയുമ്പോൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. അതായത് ഇതിനർത്ഥം എന്താണ്? ഇതിനർത്ഥം 5ൻ്റെ 20% 1. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 20% ലെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പീഡിൻ്റെ റേഷ്യോ എന്താണ്? സ്പീഡിൻ്റെ റേഷ്യോ ഫസ്റ്റത്തെ കേസിൽ 5 ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ 5ൻ്റെ 20% കുറച്ചിട്ടുള്ള സ്പീഡ്. അതായത് 5ൽ നിന്ന് 20% 1. 1 കുറച്ചിട്ടുള്ള സ്പീഡ് 4 ആണ് രണ്ടാമത്തെ കേസിൽ. 20% ലെസ് എന്ന് പറയുമ്പോൾ അതായത് 5 ആണ് നമുക്ക് ഇനീഷ്യൽ സ്പീഡ് എടുത്തെങ്കിൽ നമുക്ക് 5ൻ്റെ 20% 1 കുറച്ചിട്ടുള്ള സ്പീഡാണ് 4. 5ൽ നിന്ന് 1 കുറച്ചാൽ 4. അപ്പം 4 ആയിരിക്കും അടുത്ത സ്പീഡ്. 4 ആയിരിക്കും ഇപ്പോൾ സ്പീഡ്. 20% ലെസ് ആയിട്ടുള്ള സ്പീഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹി വുഡ് ഹാവ് കവേർഡ് സെയിം ഡിസ്റ്റൻസ് ഇൻ ആൻ അവർ മോർ. 1 മണിക്കൂർ കൂടുതൽ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. 250 കിലോമീറ്റർ ആണ് രണ്ട് കേസിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താ എഴുതാം? നമുക്ക് ടൈമിൻ്റെ റേഷ്യോ എന്താണെന്ന് എഴുതാം? 4:5 ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ എന്ന് എഴുതാം. അപ്പോൾ ആൾ 1 മണിക്കൂർ കൂടുതൽ എടുത്തു. അതായത് ഇവിടെ ഡിഫറൻസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഡിഫറൻസ് 4ൻ്റെയും 5ൻ്റെയും ഡിഫറൻസ് 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് 1 അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫൈനൽ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫൈനലായിട്ട് എടുക്കണം ടൈം കണ്ടുപിടിക്കണം. അതായത് ഫൈനലായിട്ട് എടുക്കുന്ന ടൈം എന്താണ്? 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് എന്താണ്? 1 യൂണിറ്റ് ഒരു ഹവർ ആണെങ്കിൽ 5 യൂണിറ്റ് എന്താണ്? 5 മണിക്കൂറാണ് 5 യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണേണ്ടത് ഫൈനൽ സ്പീഡാണ്. ഫൈനൽ സ്പീഡ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്താണ്? 250 കിലോമീറ്റർ ബൈ ടൈം. ഇപ്പോഴത്തെ ടൈം എത്ര? 5 = 50 km/h. ഉത്തരം കിട്ടി. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്കിൽ രാജു ട്രാവൽസ് അറ്റ് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റീച്ചസ് ഹിസ് ഓഫീസ് 24 minutes ലേറ്റ് ദാൻ യൂഷ്വൽ ടൈം. ഇഫ് രാജു ട്രാവൽസ് അറ്റ് യൂഷ്വൽ സ്പീഡ് ദെൻ വാട്ട് വിൽ ബി ദ ടൈം ടേക്കൺ ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ്. ഇപ്പോൾ രാജു ഓഫീസിലേക്ക് പോകണം. ഓഫീസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കേസിൽ പോയത് എത്രയാണ്? എത്ര സ്പീഡിലാണ് പോയത്? 4 സ്പീഡിലാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ പോയത് 3 യൂണിറ്റ് സ്പീഡിലാണ്. രണ്ട് കേസിലും ടൈം ആൾ 24 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. 24 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ രാജു യൂഷ്വൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ദ റേഷ്യോ വിൽ ബി ദ ടൈം ടേക്കൺ ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ എന്ത് എഴുതാം? സ്പീഡിൻ്റെ റേഷ്യോ 4 ഫസ്റ്റത്തെ കേസിൽ 4 ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ എന്താണ്? 4:3 ആണ്. അപ്പോൾ എന്താണ് സ്പീഡിൻ്റെ റേഷ്യോ? 4:3 ആണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടൈമിൻ്റെ റേഷ്യോ എന്ത് കിട്ടി നമുക്കപ്പോൾ? നമുക്ക് എഴുതാം അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും. 3:4 ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഡിഫറൻസ് എന്താണ്? 1 യൂണിറ്റ് ആണ്. ഈ
3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എടുക്കുന്ന ടൈം എത്രയാണ്? 24 മിനിറ്റ് ആണ് ഈ ഡിഫറൻസ് എന്ന് തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ്? യൂഷ്വൽ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് യൂഷ്വൽ ടൈം? എന്താണ്? 3 യൂണിറ്റ് ആണ് യൂഷ്വൽ ടൈം. അപ്പോൾ 3 യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് 24 മിനിറ്റ് ആണെങ്കിൽ 3 യൂണിറ്റ് എത്രയാണ്? 24 × 3 = 72 മിനിറ്റ് ആണ് കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവിടെ ഈ കേസിൽ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ 4:3 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും, 3:4 ആയിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 24 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് 24 മിനിറ്റ് ആണെങ്കിൽ 3 യൂണിറ്റ് 24 × 3 ആയിരിക്കും. അപ്പോൾ 72 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്ക് എന്താണ്? ഇൻ കവറിംഗ് സർട്ടൻ ഡിസ്റ്റൻസ് ഇൻ ദ റേഷ്യോ ഓഫ് സ്പീഡ് ഇൻ കവറിംഗ് ഡിസ്റ്റൻസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് A and B is 3:4. A takes 30 minutes more than B to reach the destination. Find the time taken by A to reach the destination. അപ്പോൾ എയുടെയും ബിയുടെയും സ്പീഡിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 3:4 എന്ന് പറഞ്ഞിട്ട് സ്പീഡിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും സെയിം ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ എക്ക് 30 മിനിറ്റ് കൂടുതലെടുത്തു ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ. എക്ക് 3 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ് കൂടുതലെടുത്തു ബീനെക്കാളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടി 3:4 കിട്ടി എയുടെ സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടൈമിൻ്റെ റേഷ്യോ എന്ത് ചെയ്തു? ടൈമിൻ്റെ റേഷ്യോ 4:3 ആണെന്ന് നമ്മൾ എഴുതി. അപ്പോൾ എക്ക് 30 മിനിറ്റ് കൂടുതലെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡിഫറൻസ്, അതായത് എയുടെയും ബിയുടെയും ടൈമിൻ്റെ ഡിഫറൻസ് എന്താണ്? ഒരു യൂണിറ്റ് 30 മിനിറ്റ് ആണ് കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് കാണുന്നത്? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അതായത് എക്ക് എടുക്കുന്ന ടൈം എന്താണ്? 4 യൂണിറ്റ്. അപ്പോൾ 4 യൂണിറ്റ് എന്താണ്? 30 × 4 120 മിനിറ്റ്. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്കിൽ എന്താണ്? എ പേഴ്സൺ റണ്ണിങ് അറ്റ് 7/11 of his usual speed reaches the place in 22 hours. How much time would he save if he run in his normal speed? അതായത് ആൾ യൂഷ്വലായിട്ട് ഒരു ഡിസ്റ്റൻസ് ഓടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എങ്ങനെയാണ് ഓടിയത്? 11 യൂണിറ്റ് സ്പീഡിലാണ് ഓടിയത്. രണ്ടാമത്തെ കേസിൽ 7 യൂണിറ്റ് സ്പീഡിലാണ് ഓടിയത്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് യൂഷ്വൽ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ ആൾ 22 മണിക്കൂറിൽ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. 22 മണിക്കൂർ കൊണ്ട് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, 7/11 ഓഫ് സ്പീഡ് യൂഷ്വൽ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ 22 മണിക്കൂർ ആൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുടെ യൂഷ്വലായിട്ട് എടുക്കുന്ന ടൈം, ഹൗ മച്ച് ടൈം വുഡ് ഹി സേവ് ഇഫ് ഹി ഹാഡ് റൺ ഹിസ് നോർമൽ സ്പീഡ്? നോർമൽ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ എത്ര സമയം ലാഭിക്കാൻ പറ്റും? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 11 സ്പീഡിലാണ് ഓടിയത്, രണ്ടാമത്തെ കേസിൽ 7 സ്പീഡിലാണ് ഓടിയത്. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാം. സ്പീഡിൻ്റെ റേഷ്യോ എന്താണ്? സ്പീഡിൻ്റെ റേഷ്യോ ആദ്യത്തെ കേസിൽ 11, രണ്ടാമത്തെ കേസിലും 7. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ 11:7. അപ്പോൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് രണ്ട് കേസിലും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ടൈമിൻ്റെ റേഷ്യോ എന്താണ്? റിവേഴ്സ് ആണ്, 7:11 ആണെന്ന് എഴുതാം. അപ്പോൾ 7:7 പോകുമ്പോൾ ആൾക്ക് എത്ര ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 22 മണിക്കൂർ. അതായത് 11 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 22 മണിക്കൂറാണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 7 യൂണിറ്റ് എന്താണ് കണ്ടുപിടിക്കണം? അതായത് 11 യൂഷ്വൽ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ 11:22 ആണെങ്കിൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 22 ആവുക. 7 എന്തായിരിക്കും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14 അവർ. 7 കിട്ടി. 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14 അവർ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? നമുക്ക് കാണേണ്ടത് എത്ര സമയം ലാഭിക്കുന്ന കാണേണ്ടത്. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണേണ്ടത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 14ഉം 22 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 8 മണിക്കൂർ. അപ്പോൾ എന്താണ് ആൻസർ? 8 മണിക്കൂർ. എ ആണ് ആൻസർ. അപ്പോൾ ഒരാൾ ഫസ്റ്റത്തെ കേസിൽ 7/11 ഓഫ് ഹിസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ 11 ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും? 7 ആയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 11 ഫസ്റ്റത്തെ കേസിൽ 11 പോയി, രണ്ടാമത്തെ കേസിൽ 7 പോയി. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ്, അത് തമ്മിലുള്ള 11 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. അതായത് 7/11 ഓഫ് ഹിസ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 22 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടൈമിൻ്റെ റേഷ്യോ, സ്പീഡിൻ്റെ റേഷ്യോ 11:7 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ 7:11 ആയിരിക്കും. 11 യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് 7 സ്പീഡിൽ പോയി കഴിഞ്ഞാലുള്ള ടൈമാണ് 11 യൂണിറ്റ്. 11 യൂണിറ്റ് ആണ് 22 മണിക്കൂർ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് 7 യൂണിറ്റ് കാണണം. 7 യൂണിറ്റ് എന്താണ്? 14 മണിക്കൂർ.
അപ്പോൾ ഈ കണക്ക് എന്താണ്? മോഹൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 187 കിലോമീറ്റർ അറ്റ് സ്പീഡ് ഓഫ് എസ് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് മോഹൻ ഇൻക്രീസസ് സ്പീഡ് ബൈ 6 കിലോമീറ്റർ പെർ അവർ ഹി ടേക്സ് 6 അവർ ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോഹൻ 187 കിലോമീറ്റർ മോഹന് കവർ ചെയ്യണം. 187 കിലോമീറ്റർ. മോഹൻ ആദ്യത്തെ കേസിൽ പോയത് എങ്ങനെയാണ്? എസ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി. രണ്ടാമത്തെ കേസിൽ S+6 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി. അപ്പോൾ രണ്ട് കേസിലും ആൾക്ക് എടുത്ത ടൈമിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. 6 ഹവറും തന്നിട്ടുണ്ട്. അതായത് ഇക്വേഷന് കൂടെ എഴുതുകയാണെങ്കിൽ എന്താണ്? T1 ഫസ്റ്റ് കേസിലെടുത്ത ടൈം മൈനസ് സെക്കൻഡ് കേസിലെടുത്ത ടൈം സമം എന്താണ്? 6 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിലെടുത്ത ടൈം എന്താണ്? ഫസ്റ്റ് കേസിലെടുത്ത ടൈം കാണാൻ വേണ്ടി നമുക്ക് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യാം. അതായത് 187 ഡിസ്റ്റൻസ് 187 ബൈ ഫസ്റ്റത്തെ കേസിലെ സ്പീഡ് എസ് മൈനസ് ഇവിടെ T2 കാണാൻ വേണ്ടിയിട്ടും ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് 187 സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്താണ്? ഫസ്റ്റ് സെക്കൻഡ് കേസിൽ S+6 സമം എന്താണ്? 6 അവർ എന്ന് കിട്ടി. അപ്പോൾ ഇനി 187 നമുക്ക് പുറത്തേക്ക് എടുക്കാം ഈ ഇക്വേഷനിൽ. അപ്പോൾ ഉള്ളിൽ എന്താവും? 1/s മൈനസ് 1/s+6 ആവും ഉള്ളിൽ, ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി രണ്ടും അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ മുകളിൽ എന്താവും? S+6 ആവും മുകളിൽ, മൈനസ് എസ് ബൈ അടിയിൽ എസ് ഇൻറ്റു S+6. അപ്പോൾ 187 കൂടി ഉണ്ട്. 187 സമയത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 6/187 ആവും. 187 അടിയിൽ പോകും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് എസും വെട്ടിക്കളയാം, പ്ലസ് എസും വെട്ടിക്കളയാം. പിന്നെ മുകളിൽ 6 ഉണ്ട്, ഇപ്പുറത്തെ സമയത്തിനപ്പുറത്ത് 6 ഉണ്ട്, അത് വെട്ടിക്കളയാം. അപ്പോൾ എന്തായി? എസ് ഇൻറ്റു S+6 സമം 187 ആയി. അതായത് എസ് ഇൻറ്റു S+6 സമം 187 ആയി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ വെച്ച് സോൾവ് ചെയ്യണം. പക്ഷെ അത് നമുക്ക് അതിനുള്ള ടൈമില്ല. ഈ കോമ്പറ്റീവ് എക്സാമിൽ അതിനുള്ള ടൈമില്ല. അപ്പോൾ എന്ത് നമ്മൾ കണ്ടുപിടിക്കണം? 187ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? അത് 11 ഇൻറ്റു 17 ആണ് 187 നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് 11 ഇൻറ്റു 17 ആണ് 187. അപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? S11 S+6 17 ആണെന്ന് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് എസിൻ്റെ വാല്യൂ 11 ആണെങ്കിൽ S+6 11 + 6 17 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? എസിൻ്റെ വാല്യൂ എന്താണ്? 11 ആണ് എസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് എസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്? എസിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടി? 11 കിലോമീറ്റർ പെർ അവർ. എന്താണ് ആൻസർ? സി ആണ് ആൻസർ. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. എ ട്രെയിൻ ക്യാൻ ട്രാവൽ 50% ഫാസ്റ്റർ ദാൻ കാർ. Both start from a point A at the same time and reach the point B 60 km away from point A at the same time. On the way, however, train lost about 12.5 minutes while stopping at the stations. Speed of the car is. അതായത് ഒരു ട്രെയിൻ 50% ഫാസ്റ്റർ ദാൻ എ കാറാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രെയിനിൻ്റെ സ്പീഡ് 50% കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാറിനേക്കാളും. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് എന്തായിരിക്കും? ട്രെയിനിൻ്റെയും കാറിൻ്റെയും കേസ് എടുക്കാം. അപ്പോൾ കാറിൻ്റെ സ്പീഡ് 100 ആണെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് എന്തായിരിക്കും? 50% കൂടുതൽ, അതായത് 150 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുമ്പോൾ 0 0 വെട്ടിക്കളഞ്ഞു, 5 വെട്ടുമ്പോൾ 3:2 എന്ന് കിട്ടി. ട്രെയിനിൻ്റെയും കാറിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ 3:2 എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും ട്രാവൽ ചെയ്യണ ഡിസ്റ്റൻസ് സെയിം ആണ്. 60 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യണത് രണ്ടുപേരും. അപ്പോൾ ട്രെയിൻ എന്താണ് ചെയ്യുന്നത്? ട്രെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ട്, കാറും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ ഒരു 12.5 മിനിറ്റ് ആൾ എവിടെയോ പിടിച്ചിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും സെയിം ടൈമിലാണ് കാറും ട്രെയിനും 60 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എത്തിയത്, ഡെസ്റ്റിനേഷനിൽ എത്തിയത്. അപ്പോൾ ഈ ട്രെയിൻ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ട്രെയിൻ എത്തിയതിന് ശേഷം 12.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാർ എത്താം. അപ്പോൾ എന്താണ്? ഇപ്പോൾ തമ്മിലുള്ള രണ്ട് പേരുടെയും ഡിഫറൻസ് ആണ്, ടൈമിംഗ് ഡിഫറൻസ് 12.5 ആണെന്ന് കിട്ടി. അതായത് ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടുകൊണ്ടാണ് രണ്ടുപേരും ഒരുമിച്ചെത്തിയത്. ഇപ്പോൾ ട്രെയിൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ട്രെയിൻ എത്തിയതിന് ശേഷം 12.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കാർ എത്താം. അപ്പോൾ എന്താണ് ഇവരുടെ ടൈമിൻ്റെ ഡിഫറൻസ് എന്താണ്? 12.5 ആണ്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ എന്ത് എഴുതും നമ്മൾ? ടൈമിൻ്റെ റേഷ്യോ എന്ത് എഴുതും? 2:3 റിവേഴ്സ് ആണെന്ന് എഴുതും നമ്മൾ, 2:3 ആണെന്ന് എഴുതും. അപ്പോൾ ടൈമിൻ്റെ ഡിഫറൻസ് എന്താണ്? 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് ആണ് 12.5 മിനിറ്റ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്പീഡ് ഓഫ് കാറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്പീഡ് ഓഫ് കാർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? ഈ കാറിന് എടുക്കുന്ന ടൈം കണ്ടുപിടിക്കണം, അതായത് 3 യൂണിറ്റ്.
കാറിനെടുക്കുന്ന ടൈം എന്താണ് 12.5 ഇൻറ്റു 3 മിനിറ്റ്. അപ്പോൾ സ്പീഡ് ഓഫ് കാർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് സ്പീഡ് ഓഫ് കാർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് ഡിസ്റ്റൻസ് എന്താണ് 60 കിലോമീറ്റർ ബൈ ടൈം 12.5 ഇൻറ്റു 3. ഇനി എന്ത് ചെയ്യണം, ഇത് മണിക്കൂറിലാക്കണം, ബൈ 60 കൂടി ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 96 km/h ആൻസർ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 96 km/h ആൻസർ കിട്ടും. അതായത് 12.5 × 3 ആണ്, നമുക്ക് 3 യൂണിറ്റ് എന്ന് അറിയാം. അതിനെ ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ ഹവറിലാകും, മണിക്കൂറിലാകും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 96 km/h സ്പീഡ് കിട്ടി. അപ്പോൾ എന്താണ് ആൻസർ, ഡി ആണ് ആൻസർ. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്കിൽ ഇഫ് എ പേഴ്സൺ ഹാഡ് വാക്ക്ഡ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h ഇൻസ്റ്റെഡ് ഓഫ് 10 km/h ഹി വുഡ് ഹാവ് വാക്ക്ഡ് 25 km മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹിം വാസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം സെയിം ആവണം, ഈക്വൽ ആവണ കേസിൽ എന്തായിരിക്കും, സ്പീഡിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സ്പീഡിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ അതാണ് ഈ കേസിൽ അങ്ങനെയാണ്. കാരണം ഇഫ് എ പേഴ്സൺ വാക്ക്ഡ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h ഇൻസ്റ്റെഡ് ഓഫ് 10 km/h, അതായത് ഒരു പേഴ്സൺ ഒരാൾ ഫസ്റ്റത്തെ കേസിൽ 15 കിലോമീറ്റർ നടക്കുന്നതിന് പകരം 10 km/h ആണ് സ്പീഡിലാണ് നടന്നതെങ്കിൽ ആൾക്ക് എന്താണ് 25 കിലോമീറ്റർ കൂടുതൽ നടന്നേനെ. അതായത് ഒരു ടൈമിൽ, ഒരു ഫിക്സഡ് ടൈമിൽ ആൾ 25 കിലോമീറ്റർ കൂടുതൽ നടന്നതെന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഈക്വലാണ്, ടൈം ഈ രണ്ട് കേസിലും ഈക്വലാണ്. ഇപ്പോൾ എന്താണ് സ്പീഡിൻ്റെ റേഷ്യോ എന്താണ് കിട്ടി, സ്പീഡിൻ്റെ റേഷ്യോ 15ഉം 10ഉം ആണെങ്കിൽ ഇത് വെട്ടിക്കളയുമ്പോൾ 3:2 ആണ് സ്പീഡിൻ്റെ റേഷ്യോ എന്ന് കിട്ടി. അപ്പോൾ ഇനി കാണാണ്ട് ടൈം രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ ടൈം രണ്ട് കേസിലും സെയിം ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ കിട്ടാം, ഡിസ്റ്റൻസ് റേഷ്യോ കണ്ടുപിടിക്കാം. എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണ്, അതുകൊണ്ട് തന്നെ 3:2 തന്നെ ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ. അപ്പോൾ ഇത് 25 കിലോമീറ്റർ കൂടുതൽ നടന്നതെന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഡിഫറൻസ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട് അവർ, ഒരു യൂണിറ്റ് 25 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹിം ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആക്ച്വൽ ഡിസ്റ്റൻസ് എന്താണ്, ആക്ച്വൽ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണ്. അപ്പോൾ 2 യൂണിറ്റ് എന്താണ്, അതായത് ആക്ച്വൽ സ്പീഡ് 10 km/h ആണ് ആക്ച്വൽ സ്പീഡ്. അപ്പോൾ ആക്ച്വൽ ഡിസ്റ്റൻസ് എന്താണ് 2 യൂണിറ്റ് ആണ്. അപ്പോൾ 2 യൂണിറ്റ് എന്താണ് 2 × 25 സമം 50 കിലോമീറ്റർ. അപ്പോൾ എന്താണ് ആൻസർ, സി ആണ് ആൻസർ, 50 കിലോമീറ്റർ. അപ്പോൾ അടുത്ത കേസ് എന്താണ്, പീയൂഷ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 8 km/h ആൻഡ് ഹി സ്റ്റോപ്സ് ഫോർ 5 minutes ടു ടേക്ക് റെസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് എവറി 3rd kilometer. വാട്ട് വിൽ ബി ദ ടൈം ടേക്കൺ ബൈ പീയൂഷ് ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 56 km? അപ്പോൾ പീയൂഷ് ഒരു ഡിസ്റ്റൻസ്, അതായത് 56 കിലോമീറ്റർ ഓടാണ്. പീയൂഷ് 56 കിലോമീറ്റർ ആണ് ഓടുന്നത്, 56 കിലോമീറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഓടുന്ന ആൾ 3 കിലോമീറ്റർ ഓടുമ്പോൾ 5 മിനിറ്റ് നേരം ബ്രേക്ക് എടുക്കും, 5 മിനിറ്റ് നേരം ബ്രേക്ക് എടുക്കും എല്ലാ കേസിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾ ഈ 56 കിലോമീറ്റർ എത്ര ടൈമിനുള്ളിൽ ഓടുമെന്ന് പറയുന്നത്. അപ്പോൾ 56നെ 3 കിലോമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ഇതുകൾ വരും, എത്ര പാർട്ട് വരും, അത് നമുക്ക് നോക്കാം. 56നെ 3 കിലോമീറ്റർ വെച്ചിട്ട് 3 അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 54 കിലോമീറ്റർ ആകുമ്പോൾ വരെ 18 പാർട്ട് ഉണ്ട്, 18 ഭാഗമാവും, 18 പാർട്ട് പ്ലസ് ഒരു 2 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ എത്ര സ്റ്റോപ്പുകൾ വരും ആൾക്ക് 18 സ്റ്റോപ്പ് വരും. ഇവിടം വരെ 18 സ്റ്റോപ്പ് വരും. 18 സ്റ്റോപ്പുകളാണ് ആൾക്ക് ഉള്ളത്, 18 സ്റ്റോപ്പ് പ്ലസ് പിന്നെ ഒരു 2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ ആൾ ഈ റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്, 18 സ്റ്റോപ്പ് ആൾ എടുത്തു, 18 സ്റ്റോപ്പ് ഉണ്ട്. അതായത് 54നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും, 18. അപ്പോൾ 18 × 3 54 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ 56 കിലോമീറ്റർ ആയി. അപ്പോൾ ഇവിടെ 18 സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ 18 സ്റ്റോപ്പുകൾ എടുക്കാൻ വേണ്ടി 18 സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ആൾ 5 മിനിറ്റ് വെച്ചിട്ട് ആൾ എത്ര മിനിറ്റ് ആൾ റെസ്റ്റ് എടുക്കും, 18 × 5 മിനിറ്റ് 90 മിനിറ്റ്, 90 മിനിറ്റ് ടോട്ടൽ ആൾ റെസ്റ്റ് എടുക്കും. ഇനി കാണേണ്ടത് ഈ സ്റ്റോപ്പില്ലാതെ ആൾ 8 km/h എത്ര സമയം എടുക്കുന്നത് കാണണം. അതായത് ടൈം എന്താണ് 56 കിലോമീറ്റർ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്രയാണ് 8. ഈ 56 കിലോമീറ്റർ 8 സ്പീഡിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ എത്ര ടൈം എടുക്കും,
ആള് 56, 7 മണിക്കൂറാണ് എടുക്കുക. 56/8 7 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 7 പ്ലസ് പിന്നെ റെസ്റ്റ് എടുക്കുന്ന ടൈം എന്താണ്? 90 മിനിറ്റ്. 90 മിനിറ്റ് എന്താണ്? 1.5 മണിക്കൂറാണ്. 1.5 അവർ സമയം എന്താണ്? 8.5 മണിക്കൂറിന് കിട്ടും. അപ്പോൾ എന്താണ് ആൻസർ? 8 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ ഈ കേസിൽ എന്താണ്? ഈ കേസിൽ 56 കിലോമീറ്ററാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. അതിന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഡിവിഷൻസ് വരും? എത്ര പാർട്ട് വരും? അതായത് 56നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 54, അതായത് 3ന്റെ ഏറ്റവും അടുത്ത മൾട്ടിപ്പിൾ, 56ന്റെ ഏറ്റവും മൾട്ടിപ്പിൾ അടുത്ത മൾട്ടിപ്പിൾ 54. 18 ഇൻറ്റു 3 54ആണ്. അപ്പോൾ 18 പാർട്ട് വന്നു. 54 വരെ 18 പാർട്ട് വന്നു. പ്ലസ് ഒരു 2 കിലോമീറ്ററും കൂടി ഉണ്ട് 56 ആവാൻ വേണ്ടി. അപ്പോൾ 2 കിലോമീറ്റർ. അപ്പോൾ 18 പാർട്ട് ആൾ റെസ്റ്റ് എടുത്തു. 18 പ്രാവശ്യം റെസ്റ്റ് എടുത്തു. 18 പ്രാവശ്യം റെസ്റ്റ് എടുക്കാൻ വേണ്ടി 18 90 മിനിറ്റ്. പിന്നെ റെസ്റ്റ് എടുക്കാതെയുള്ള ടൈം, റെസ്റ്റ് എടുക്കാതെ ആൾ കവർ ചെയ്യാനുള്ള ടൈം, അതായത് 56 ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 56/8 7 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? 7 പ്ലസ് 1.5 മണിക്കൂർ 90 മിനിറ്റ് 1.5 മണിക്കൂർ 8 മണിക്കൂർ. അപ്പോൾ ഇതെന്താണ്? ഈ ക്വസ്റ്റ്യൻ എന്താണ്? മോഹിത് സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം എ പ്ലേസ് എ ആൻഡ് റീച്ചസ് ദ പ്ലേസ് ബി ഇൻ 12 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കവേഴ്സ് 1/5 ഓഫ് ദ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 6 km/h ആൻഡ് കവേഴ്സ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 8 km/h. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് പറയുന്നത് എന്താണ്? ഈ കവർ 1/5 പാർട്ട് ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് ടോട്ടൽ എത്ര ഉണ്ടെങ്കിൽ ടോട്ടൽ 5 പാർട്ട് ആണ് ഡിസ്റ്റൻസ്, 5 യൂണിറ്റ് ആണ് ഈ ഡിസ്റ്റൻസ് ഉള്ളതെങ്കിൽ അതിൽ ഒരു പാർട്ട്, ഒരു യൂണിറ്റ് കവർ ചെയ്യാൻ ആൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത്? ആൾ 6 km/h കവർ ചെയ്യുന്നത്, സ്പീഡിലാണ് കവർ ചെയ്യുന്നത്. ബാക്കിയുള്ളത് എത്രയാണ്? ബാക്കി 4 ഉണ്ട്. 5 1 കഴിച്ച് ബാക്കി 4 പാർട്ട് ഉണ്ട്, 4 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 4 യൂണിറ്റ് ആൾ കവർ ചെയ്യുന്നത് 8 km/h കവർ ചെയ്യുന്നത്. ആൾക്ക് ടോട്ടൽ 12 മണിക്കൂറാണ് ടോട്ടൽ എടുത്തത്, ടൈം എടുത്തത്. ഈ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി, ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി ടോട്ടൽ എടുത്ത ടൈം 12 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇത് ഒരു യൂണിറ്റ് പിന്നെ 4 യൂണിറ്റ് ആണെങ്കിൽ 1x 4x എന്ന് എഴുതാം. നമുക്ക് ടോട്ടൽ എന്തായി? ടോട്ടൽ 5x ആയി. അപ്പോൾ എന്താണ്? നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താണ്? ഈ ഡിസ്റ്റൻസ് ടോട്ടൽ ടൈമാണ് തന്നിട്ടുള്ളത്, അതായത് T1 ഫസ്റ്റ് കേസിലെ ടൈം പ്ലസ് സെക്കൻഡ് കേസിലെ ടൈം എത്രയാണ് തന്നിട്ടുണ്ട്? 12 മണിക്കൂറാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിലെ ടൈം എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഫസ്റ്റ് കേസിലെ ടൈം. അതായത് ഡിസ്റ്റൻസ് എത്രയാണ്? 1x എക്സ് ബൈ സ്പീഡ് 6 പ്ലസ് രണ്ടാമത്തെ കേസിൽ 4x ആണ്. 4x ബൈ സ്പീഡ് എത്രയാണ്? 8 സമം എന്താണ്? 12. അതായത് ഫസ്റ്റത്തെ ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, രണ്ടാമത്തെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ നമുക്ക് എക്സ് പുറത്തേക്ക് എടുക്കാം. എക്സ് പുറത്തേക്ക് ഇടുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 1/6 പ്ലസ് 4/8 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 സമം 12 കിട്ടും. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാം. അപ്പോൾ എന്താണ്? മുകളിൽ കിട്ടും. മുകളിൽ 2 + 6 ആവും. 2 + 6 8. അപ്പോൾ എക്സ് സമം 2 + 6 എക്സ് ഇൻറ്റു 2 + 6 8 ബൈ അടിയിൽ 6 × 2 12 സമം 12 കിട്ടും. അപ്പോൾ എക്സ് എന്ത് കിട്ടും? എക്സ് 12 × 12 ബൈ 8. അപ്പോൾ 4 വെട്ടി കളയുമ്പോൾ ഇവിടെ 2, ഇവിടെ 3, ഇത് 2 വെട്ടി കളയുമ്പോൾ ഇവിടെ 6. ഇപ്പോൾ എന്താണ്? 18. എക്സിൻ്റെ വാല്യൂ 18 കിലോമീറ്റർ എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ. ഇപ്പോൾ എന്താണ്? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 5x ആണ് കണ്ടുപിടിക്കേണ്ടത്. 5x എന്താണ്? 5 × 18 ചെയ്ത് കഴിഞ്ഞാൽ 5x കിട്ടും. അതെന്താണ്? 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് 18 കിലോമീറ്റർ ആണ് കിട്ടിയത്. 18 കിലോമീറ്റർ ആണ് എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 5x 5 × 18 90 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്കിൽ എ മോട്ടോർ സൈക്കിൾ ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 25 km/h and its speed is increased by 7 km at the end of each hour. How much time it will take to cover the distance of 225 km? ഒരു മോട്ടോർ സൈക്കിൾ ഒരു ദൂരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? 25 കിലോമീറ്ററിലാണ് ആൾ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഓരോ മണിക്കൂർ വെച്ചിട്ട് 7 കിലോമീറ്റർ വെച്ചിട്ട്
ആളുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കേസ് നോക്കാം. ആദ്യത്തെ കേസിൽ 25 km/h ആൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ ആൾ എത്ര കവർ ചെയ്യും? 25 കിലോമീറ്റർ കവർ ചെയ്യും. ഇനിയിപ്പോൾ രണ്ടാമത്തെ മണിക്കൂറിലാവുമ്പോൾ +7, അതായത് ആളുടെ സ്പീഡ് 7 വെച്ച് കൂടും. അതായത് 25 + 7 എത്രയാണ്? 32 km/h ആവും ആളുടെ രണ്ടാമത്തെ സ്പീഡ്. 1 മണിക്കൂറിൽ ആൾ 32 കിലോമീറ്റർ, ആ മണിക്കൂറിൽ 32 കിലോമീറ്റർ കവർ ചെയ്യും. അപ്പോൾ ഇനി അടുത്ത സ്പീഡ് എത്രയാണ്? +7 കൂടി 39 km/h ആയി. അപ്പോൾ ആൾ എത്ര കവർ ചെയ്യും? 1 മണിക്കൂറിൽ 39 കിലോമീറ്റർ കവർ ചെയ്യും. ഇനി വീണ്ടും ഒരു 7 കൂടി അപ്പോൾ എത്രയാണ്? 39 + 7 46 km/h ആയി ആളുടെ സ്പീഡ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ 1 മണിക്കൂറിൽ ആൾ 46 കിലോമീറ്റർ കവർ ചെയ്യും. ഇനി വീണ്ടും 7 സ്പീഡ് കൂടി അപ്പോൾ എത്രയാണ്? 46 53 ആയി, 53 km/h ആയി. അപ്പോൾ എത്രയാണ്? 1 മണിക്കൂറിൽ ആ മണിക്കൂറിൽ 53 കിലോമീറ്ററാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. നോക്കാൻ വേണ്ടി 9 18 20 25 5 2 9 195 കിലോമീറ്റർ ഇപ്പോൾ ആൾ 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്രയാണ്? 1 2 3 4 5 മണിക്കൂർ കൊണ്ട് ആൾ 195 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 195 കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് കവർ ചെയ്യണം? 225 കിലോമീറ്റർ കവർ ചെയ്യണം. അപ്പോൾ എത്ര ഉണ്ട്? ഇനി 30 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇനി ഇപ്പോൾ തമ്മിൽ 30 കിലോമീറ്ററും കൂടി ഉണ്ട്. ഈ 30 കിലോമീറ്റർ എങ്ങനെയായിരിക്കും പറയുക? ഏത് സ്പീഡിലായിരിക്കും പറയുക? ഈ 53 അല്ല, അടുത്ത മണിക്കൂറിൽ ആൾ +7 ചെയ്തിട്ട് 60 km/h സ്പീഡിലായിരിക്കും പോവുക. 60 km/h സ്പീഡിലായിരിക്കും പോവുക. ഈ 30 കിലോമീറ്റർ 60 km സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയം ടൈം എടുക്കും? അരമണിക്കൂർ എടുക്കും. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ 5 മണിക്കൂർ എടുത്തു. 5 മണിക്കൂർ കൊണ്ടാണ് 195 കിലോമീറ്റർ കവർ ചെയ്തത്. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? 5 + അരമണിക്കൂർ, അതായത് 5.5 മണിക്കൂർ. അത് എത്രയാണ്? 5 × 2 10, 10 + 1 11/2 മണിക്കൂർ എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഉത്തരം? 11/2 മണിക്കൂറാണ് ഉത്തരം. എ ആണ് ഉത്തരം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.